ഹാവൂ, ഷിൻചാനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടപ്പോ എന്തൊരാശ്വാസം. ഇപ്പൊ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ട്. അവനുണ്ടെങ്കിൽ സമാധാനം പോലും ഉണ്ടാവൂല. സ്കൂള് പൂട്ടിയപ്പോ തൊട്ട് തുടങ്ങിയതാണ് ഇവന്റെ ശല്യം. സ്കൂളുണ്ടായിരുന്നപ്പോ കുഴപ്പമില്ലായിരുന്നു, രാവിലെ പോയിട്ട് വൈകിട്ട് വരുള്ളൂ. ഇപ്പൊ ഫുൾ ടൈം ഞാൻ ഇവനെ സഹിക്കേണ്ടി വരും. ഇന്ന് നമുക്കപ്പൊ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം. ഷിൻചാനോട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കൊരു പിസ്സ ഓർഡർ ചെയ്ത് കഴിച്ചാലോ? വേണ്ട വേണ്ട, ഷിൻചാൻ വൈകിട്ട് വരുമെന്നാ പറഞ്ഞേക്കണേ. എങ്ങാനോ നേരത്തെ കയറി വന്നാലാ? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവൂല. നമുക്കൊരു കാര്യം ചെയ്യാം, ഷിൻചാൻ ഒരു ദിവസം നമുക്ക് അവനെ വീട്ടിലേക്ക് തട്ടാം. അവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശല്യമാണ് നമുക്ക്. അവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. നമുക്കൊരു കാര്യം ചെയ്യാം, അവൻ വരുമ്പോ നമുക്ക് അവന്റെ വീട്ടിലേക്ക് തട്ടാം, ജപ്പാനിലേക്ക്. ഹോയ് ഹോയ് ധൂമ്പ് ചാളെ. ഓ, ഫ്രാങ്ക്ലിമായിനെ മിസ് ചെയ്തിട്ടുണ്ടാവും. ഞാനാണെങ്കിൽ കുറെ നേരമായി വീട്ടിൽ നിന്നെല്ലാം ഇറങ്ങിയിട്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് നേരെ വീട്ടിലേക്ക് പോകണം. ഫ്രാങ്ക്ലിമായി പാവം അവിടെ ഒറ്റക്കാണ്. ഞാനില്ലാണ്ട് വിഷമിച്ചിരിക്കുകയായിരിക്കും. ഫ്രാങ്ക്ലിമായി, ഞാൻ വരുന്നു. ഫ്രാങ്ക്ലിമായി വിഷമിക്കണ്ട, രാത്രി ഇപ്പൊ തന്നെ എത്തും. അത് മാത്രമല്ല, ഫ്രാങ്ക്ലിംബായിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫ്രാങ്ക്ലിംബായി എവിടെ? ഓ, ഫ്രാങ്ക്ലിംബായിനെ കാണുന്നില്ല. വീട്ടിൽ തന്നെ കാണും. ഫ്രാങ്ക്ലിംബായി ഞാൻ വന്നു. ഫ്രാങ്ക്ലിംബായി. അമ്മടി, ഈ കുരുപ്പ് അപ്പത്തേക്കും വന്നാ? ഇവൻ വൈകിട്ടല്ലേ വരണമെന്ന് പറഞ്ഞേ, അവൻ ഇത്ര പെട്ടെന്ന് വന്നാ? ഫ്രാങ്ക്ലിൻബായ്, എനിക്കറിയാം ഫ്രാങ്ക്ലിൻബായിനെ മിസ് ചെയ്തിട്ടുണ്ടാവുന്നു. അതുകൊണ്ടാണ് ഫ്രാങ്ക്ലിൻബായ് സമയം വൈകാണ്ട് ഞാൻ നേരത്തെ തന്നെ വന്നത്. ഫ്രാങ്ക്ലിൻബായ് എവിടെ? ആ, ഇവിടെ നിക്കരുതാ. ഫ്രാങ്ക്ലിൻബായ്, എങ്ങനെ ഉണ്ടായിരുന്നു ഞാനില്ലാത്ത ലൈഫ്? ഓ എടാ ഷിൻചാനെ, ഞാൻ ഇപ്പൊ നിന്നെ അങ്ങോട്ട് കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ. ആ, ഫ്രാങ്ക്ലിൻബായ് എനിക്ക് നല്ലോണം അറിയാം ഫ്രാങ്ക്ലിൻബായിനെ മിസ് ചെയ്യുന്നു. എടാ ഷിൻചാനെ, നീ എന്തിനാണ് ഇത്ര നേരത്തെ എല്ലാം വന്നത്? ഫ്രാങ്ക്ലിൻബായിനെ മിസ് ചെയ്യുന്ന വിചാരിച്ചിട്ടല്ലേ ഞാൻ വന്നത്. ആ അതേടാ ഞാൻ നിന്നെ മിസ് ചെയ്തായിരുന്നു. അതൊക്കെ ഇരിക്കട്ടെ, ഇന്ന് എന്ത് വള്ളിയാ നീ ഒപ്പിച്ചോണ്ട് വന്നേക്കണേ? ആ ഫ്രാങ്ക്ലിൻബായ്, അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത്. ആ എനിക്കറിയാം നീ എന്തെങ്കിലും വള്ളി ഒപ്പിച്ചിട്ടേ വരത്തുള്ളൂ. ഫ്രാങ്ക്ലിൻബായ്, ഇത് വള്ളിയല്ല ഫ്രാങ്ക്ലിൻബായ്. എനിക്ക് ഫ്രാങ്ക്ലിൻബായിനെ ഒരു കാര്യം കാണിക്കാനുണ്ട്. എന്ത് കാര്യമാണ് ഷിൻചാനെ? പെട്ടെന്നാവട്ടെ. ഫ്രാങ്ക്ലിൻബായ്, ഇത് നോക്ക് ഫ്രാങ്ക്ലിൻബായ്, ഇതിന്റെ അകത്ത് എന്താ കാണിക്കണേന്ന്? എന്താടാ ഷിൻചാൻ ഇത്? ബാലരമ കാണിച്ച ആളെ പറ്റിക്കണോ? ഫ്രാങ്ക്ലിൻബായ്, ഇത് ബാലരമല്ല. ഇതിന്റെ അകത്ത് കണ്ടില്ലേ, ദേ ഒരു മാപ്പ്. മാപ്പാ? ഇതിന്റെ അകത്ത് എന്ത് സ്ഥലോടാ കൊടുത്തിരിക്കുന്നേ? ഇതിന്റെ അകത്ത് ഞാൻ വായിച്ചു നോക്കിയപ്പേ, ഈ മാപ്പിലുള്ള സ്ഥലത്ത് എന്തോ ഒരു ബീസ്റ്റ് ബുക്ക് എന്തോ ഉണ്ടെന്ന്. ബീസ്റ്റ് ബുക്കാ? അതെന്ത് ബുക്കാടാ? ഫ്രാങ്ക്ലിൻബായ്, എനിക്ക് അറിയാൻ പാടില്ല ഫ്രാങ്ക്ലിൻബായ്. പക്ഷെ ഈ ഒരു ബീസ്റ്റ് ബുക്ക് നമ്മുടെ സിറ്റിയില് റയറാ ഫ്രാങ്ക്ലിൻബായ്. നമുക്ക് കണ്ടുപിടിച്ചാലാ. അതിന്റെ അകത്ത് എന്തോ ഉണ്ട്. എടാ ഷിൻചാനെ, നിനക്ക് വല്ല വട്ടാണോ? അതൊക്കെ ഇരിക്കട്ടെ, ഈ മാപ്പ് നിനക്ക് അവിടെ നിന്ന് കിട്ടിയത്? ഫ്രാങ്ക്ലിൻബായ്, ഈ മാപ്പ് എങ്ങനെ കിട്ടിയെന്നറിയോ? ഞാനേ റോട്ടിൽ കൂടെ വന്ന വഴി ഒരു കിളവന്റെ കയ്യിൽ നിന്ന് വീണ് പോയതാണ്. അയാളാണെന്നെ കണ്ടുമില്ല. ഞാനപ്പൊ എന്ത് ചെയ്ത്, നൈസായിട്ട് ഈ മാപ്പിനെ അടിച്ചോണ്ട് വന്നു. ആ ഷിൻചാനെ, നീ വേണ്ടാത്ത പരിപാടിയെല്ലാം ചെയ്തു വെച്ചേനാ ഇനി ആ കളവൻ ഈ വീട് അന്വേഷിച്ച് വരൂ. എനിക്ക് വയ്യ. ഇനി പോലീസായി പട്ടാളായി. എടാ ഷിൻചാനെ, ഈ മാപ്പ് നീ എടുത്തോടെ തന്നെ കൊണ്ടുപോയി ഇടറാ ഷിൻചാനെ. ഫ്രാങ്ക്ലിൻബായ്, ഇത് നമ്മൾ എടുത്തോടെ തന്നെ കൊണ്ടുപോയിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ? ഫ്രാങ്ക്ലിൻബായ് പറയുന്നേക്ക്, ഈ മാപ്പിലുള്ള സ്ഥലത്ത് നമുക്ക് പോവാം ഫ്രാങ്ക്ലിൻബായ്. ഈ ബീസ്റ്റ് ബുക്ക് എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഫ്രാങ്ക്ലിൻബായ്. ഇനിയിപ്പോ ഫ്രാങ്ക്ലിൻബായ് വല്ല കാശ് കിട്ടുന്ന പരിപാടി വല്ലതും ആണെന്നുണ്ടെങ്കിലോ? ഓ, ഇവൻ നമ്മളെ നന്നാവാനും സമ്മതിക്കില്ല. കാശ് കിട്ടുന്ന പരിപാടിയാ? എടാ ഷിൻചാനെ, ഇതൊക്കെ ഉള്ളത് തന്നെയാണാ? ഫ്രാങ്ക്ലിൻബായ്, എന്തായാലും നമ്മ വെറുതെ ഇരിക്കല്ലേ ഫ്രാങ്ക്ലിൻബായ്, നമുക്കൊന്ന് പോയി നോക്കാം ഈ മാപ്പിലുള്ള സ്ഥലത്ത്. ആ, എന്തെങ്കിലും ആവട്ടെ. നീ എന്തായാലും മാപ്പ് കയ്യിലെടുത്തോ, എന്നിട്ട് എനിക്ക് വഴി പറഞ്ഞതാ. ഞാനെന്തായാലും വണ്ടി ഓടിക്കാ. ഇന്ന് എന്തൊക്കെ വള്ളിയാണെന്നാവോ ഇനി കാണാൻ പോണത്. എല്ലാ ദിവസവും അതെ, എന്തെങ്കിലും ഒരു വള്ളി കയറി വരും. ഇന്നാണ് തന്നെ ഷിൻചാനാണ് ഈ വള്ളി കൊണ്ടുവന്നേക്കണേ. എടാ ഷിൻചാനെ, നിന്നെ കൊണ്ട് തോറ്റ്. ഇനി ഞാൻ ഈ പരിപാടിക്കൊന്നുമില്ല. മര്യാദക്ക് പണിയെടുത്ത് ജീവിക്കാന്ന് വിചാരിച്ചപ്പോ അതിന് സമ്മതിക്കൂലല്ലോ ഇവൻ. ഫ്രാങ്ക്ലിൻബായ്, അപ്പൊ ഓക്കെ അല്ലേ? നമുക്ക് എത്രയും പെട്ടെന്ന് പോവാ ഫ്രാങ്ക്ലിൻബായ്. ഇനി വേറെ ആരെങ്കിലും ആ ബുക്ക് കണ്ടുപിടിക്കാൻ മുമ്പ് നമുക്ക് തന്നെ കണ്ടുപിടിക്കണം. ശരിയാ ഷിൻചാനെ, ഇനിയിപ്പോ പോയില്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കും. അതിനും വേദം പോണതാണ്. ഫ്രാങ്ക്ലിൻബായ്, അപ്പൊ നമുക്ക് നമ്മുടെ RC കാറിൽ പോവല്ലേ? ആസിക്കാരല്ല, അതിലെങ്കിൽ മര്യാദക്ക് ഇരിക്കാനും കൂടി പറ്റൂല. എടാ ഷിൻചാനെ, നമ്മ പോണത് ഈ വണ്ടിയിലാണ്. ഇതേതാ വണ്ടി ഫ്രാങ്ക്ലിൻബായ്? ഇതപ്പ എടുത്ത്. ഷിൻചാനെ, അതൊക്കെ എടുത്ത് ഇത് നമ്മുടെ സുസുക്കിയുടെ ജിമ്നിയാണ്. എങ്ങനെയുണ്ട്? കിടിലല്ലേ? ഫ്രാങ്ക്ലിൻബായ് കൊള്ളാം ഫ്രാങ്ക്ലിൻബായ്, കണ്ടിട്ട് ജീവാഗം പോലെയുണ്ട്. ജീവാഗനൊന്നും അല്ല ഗൈസ്, നമ്മുടെ പുതിയ ജീപ്പാട്ടോ. ഈ ജീപ്പ് ഞാൻ പണിത് ഇറക്കിയതേ ഉള്ളൂ ഗൈസ്. ഈ ഒരു ജീപ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കണേ. അപ്പൊ ഗൈസ്, ഈ ഒരു ജീപ്പിൽ നിങ്ങളെ പേരിടണമെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കുള്ളൂ. അതിന്റെ ആൻസർ ആരാണ് ആദ്യം പറയുന്നത് അവരുടെ പേരായിരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ ജീപ്പിൽ ഇടാൻ പോണേ കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട, നേരെ നമ്മുടെ മാപ്പിലുള്ള സ്ഥലത്തേക്ക് പോവാ. ഷിൻചാനെ, മാപ്പ് നോക്കിട്ട് പറ എങ്ങാട്ടൊക്കെ പോണ്ടേന്ന്. ഫ്രാങ്ക്ലിൻബായ്, ഇതില് കാണിക്കണത് ഫ്രാങ്ക്ലിൻബായ് നേരെ പൊക്കോ ഞാൻ പറയാ. ഫ്രാങ്ക്ലിൻബായ്, ഇവിടുന്ന് ലെഫ്റ്റ്. ഓക്കെ ഫ്രാങ്ക്ലിൻബായ്, ഇനി നേരെ പൊക്കോ. ഇനി വളവൊന്നുമില്ല.
എടാ ഷിൻചാനെ നമുക്ക് ഈ പണി വേണോ? എനിക്കെന്തോ പന്തികേട് തോന്നുന്നുണ്ട്. നമ്മീ പോണ സ്ഥലം അത്ര നല്ല സ്ഥലമല്ലെന്നാ തോന്നണേ. ഫ്രാങ്ക്ലിൻ ഭായ് ഇതേതോ മാൻഷനാണ്. പക്ഷെ ഫ്രാങ്ക്ലിൻ ഭായ് ഇതേപോലത്തൊക്കെ നമ്മ ഇതിനു മുമ്പ് ഒരുപാട് ചെയ്തിട്ടുള്ളതല്ലേ. ഫ്രാങ്ക്ലിൻ ഭായ് എന്തിനാ പേടിക്കണേ? കൂടെ ഞാനില്ലേ. എടാ ഷിൻചാനെ ഒറ്റക്ക് പോയാലും കുഴപ്പമില്ല, നീ കൂടെ ഉള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ പേടി. നീ ഉള്ള വള്ളിയെല്ലാം പിടിച്ചോണ്ട് പോയൂടാ ഷിൻചാനെ. ഫ്രാങ്ക്ലിൻ ഭായ് മിണ്ടാണ്ട് വണ്ടി ഓടിക്കും. ഫ്രാങ്ക്ലിൻ ഭായ് നമുക്കൊരു ഐസ്ക്രീം കഴിച്ചിട്ട് പോയാലോ? എടാ ഷിൻചാനെ ഇനി നിനക്ക് ഐസ്ക്രീമോ വേണോ? വേണ്ട വേണ്ട, നമുക്ക് ആദ്യം ഈ ഒരു ബുക്കെല്ലാം കണ്ടുപിടിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാം. ഫ്രാങ്ക്ലിൻ ഭായ് വണ്ടി വിട് ഫ്രാങ്ക്ലിൻ ഭായ്. എടാ ഷിൻചാനെ നമ്മ കൊറേ നേരം ഈ കാട്ടിൽ കൂടെ വരാൻ തുടങ്ങിയിട്ട്. ഇവിടെ എവിടെയാടാ? എടാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ ആ മാപ്പ് ചുമ്മാതാ നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ട്. ഫ്രാങ്ക്ലിൻ ഭായ് അല്ല, നമ്മ എത്താറായി. ഇവിടെ അടുത്ത് എവിടെയോ തന്നെയാ ഫ്രാങ്ക്ലിൻ ഭായ് ആ ഒരു മാൻഷൻ. എടാ പോടാ ഷിൻചാനെ, മാൻഷൻ പോയിട്ടൊരു തട്ടുകട പോലും ഞാൻ അവിടെ കാണില്ലടാ ഷിൻചാനെ, മൊത്തം കാട്. ഫ്രാങ്ക്ലിൻ ഭായ് നോക്ക് ഫ്രാങ്ക്ലിൻ ഭായ്, അവിടെ ദേ ഒരു വീട്. വീടാ? എവിടാ? ശരിയാണോടാ ഷിൻചാനെ, ഈ കാടിന്റെ നടുവിലാടാ വീടെല്ലാം പണിത് വെച്ചേക്കണേ. അത് മാത്രല്ല എടാ ഷിൻചാനെ നോക്കടാ, അവിടെ ഒരു പോലീസ് വണ്ടി. ഫ്രാങ്ക്ലിൻ ഭായ് ഇവിടെ എന്താ പോലീസ് വണ്ടിയെല്ലാം? എടാ ഷിൻചാനെ ഞാൻ പറഞ്ഞതല്ല അപ്പോഴേ, ഇവിടെ എന്തോ ഉണ്ടാ ഷിൻചാനെ, നമ്മ വിചാരിക്കുന്ന പോലെയല്ല. എടാ ഷിൻചാനെ നോക്കടാ, ഇവിടെ ഒരു പോലീസ് ഓഫീസർ ചത്തു കിടക്കുന്നു. ഫ്രാങ്ക്ലിൻ ഭായ് എന്തെങ്കിലും ആവട്ടെ, നമ്മ വന്നുപോയില്ലേ, നമുക്കൊരു ബുക്ക് എങ്കിലും കണ്ടുപിടിക്കാം ഫ്രാങ്ക്ലിൻ ഭായ്. ഇതൊന്നും നമ്മ മൈൻഡ് ചെയ്യണ്ട. എടാ ഷിൻചാനെ ഇത് ഞാൻ ഇപ്പോഴേ പറയുന്നത്, എനിക്ക് തോന്നുന്നത് നമുക്കുള്ള ഒരു വാണിംഗ് ആണെന്ന്. എടാ ഷിൻചാനെ നമുക്ക് പോണോ അതേക്ക്? ഫ്രാങ്ക്ലിൻ ഭായ് ധൈര്യമായിട്ട് പോ ഫ്രാങ്ക്ലിൻ ഭായ്, ഞാനില്ലേ കൂടാ. എടാ ഷിൻചാനെ നീ ചുമ്മാ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ലാസ്റ്റ് എന്നെ വല്ല പണിയിൽ എത്തിക്കുമെന്ന് എനിക്ക് തോന്നണേ. ഷിൻചാനെ നമ്മളങ്ങനെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിന്റെ അതെന്താ വല്ലാത്ത രീതിയിൽ ഒച്ചയെല്ലാം വരുന്നു. എടാ ഷിൻചാനെ ഞാൻ ഇല്ലടാ ഷിൻചാനെ. ഫ്രാങ്ക്ലിൻ ഭായ് ധൈര്യമായിട്ട് പോ ഫ്രാങ്ക്ലിൻ ഭായ്, ഞാൻ പുറകെ തന്നെ ഉണ്ട്. അത് ഷിൻചാനെ കൊള്ളടാ, നീ എന്റെ പുറകിലാണല്ലോ നടക്കണേ. നീ വല്ല മോട്ടിവേറ്റ് എല്ലാം ചെയ്തിട്ട് എന്റെ പുറകിൽ നടക്കണം. അത് ഷിൻചാനെ ഫ്രണ്ടിൽ കയറി നടക്കണ. ഫ്രാങ്ക്ലിൻ ഭായ് അല്ലേ മൂത്തത്, ഫ്രാങ്ക്ലിൻ ഭായ് ഫ്രണ്ടിൽ നടന്നോ? ഇവനെ കൊണ്ട് ഞാൻ തോറ്റ്. ഷിൻചാനെ ഈ ഒരു വീട് കണ്ടിട്ട് തന്നെ എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നണ. ഇതെന്താ ഇത്? അയ്യയ്യേ ഇതെന്തോടാ? അയ്യോ എടാ ഷിൻചാനെ ഇത് നോക്കടാ, ഇവിടെ ഒരു പുള്ളി തോക്കെല്ലാം പിടിച്ച് നിക്കുന്നു. ആരടാ ഇത്? എടാ പോടാ. അയ്യോ ഇവനെ ഇടിച്ചിട്ടൊന്നും പറ്റുന്നില്ലല്ല. അവൻ തിരിഞ്ഞ് നമ്മളെ വെടിവെക്കുന്നാ തോന്നണേ. ഓ ഭാഗ്യം അവൻ ഓടിക്കളഞ്ഞു. എടാ ഷിൻചാനെ ഈ വീട് കണ്ടിട്ട് എനിക്ക് നോർമൽ വീട് പോലെ തോന്നുന്നില്ലടാ, മൊത്തത്തിൽ എന്തോ ഒക്കെ ഒരു ഫീല്. അയ്യോ എടാ ഷിൻചാനെ ഒട്ടും വൃത്തിയില്ലാത്ത വീടാണല്ലോടാ. ഫ്രാങ്ക്ലിൻ ഭായ് ധൈര്യമായിട്ട് പോ ഫ്രാങ്ക്ലിൻ ഭായ്, ഞാനില്ലേ. എടാ ഷിൻചാനെ ഞാനില്ലെന്ന് പറഞ്ഞിട്ട് നിന്നെ കാണുകയും കൂടി ഇല്ലല്ല. എടാ ഷിൻചാനെ ഒറ്റക്കൊന്നും അങ്ങോട്ടേക്ക് കയറി പോലെ പണിയാവും. ഈ വീട് കണ്ടിട്ട് തന്നെ എനിക്ക് എന്തോ പോലൊക്കെ തോന്നും. നീ എവിടാ ഷിൻചാനെ? നീ ഏത് റൂമിലാ ഉള്ളത്? ആ നീ ഇവിടെ നിക്കായിരുന്നാ? എടാ ഷിൻചാനെ പോയാ? എടാ ഷിൻചാനെ ഈ വീട് നമ്മ വിചാരിക്കുന്ന പോലെ അല്ലടാ, ഇവിടെ എന്തോ പ്രേതശക്തി എല്ലാം ഉണ്ടെന്ന് തോന്നണേ. അയ്യോ ഇത് നോക്കടാ, ഇവിടെ ഒരാളതെ വാഷിംഗ് മെഷീനിൽ കുടുങ്ങിപ്പോയി. ഇയാളുടെ ഡെഡ് ബോഡി. എടാ ഷിൻചാനെ ഇതൊന്നും കണ്ടിട്ട് നിനക്കൊന്നും തോന്നണില്ലേ? ഫ്രാങ്ക്ലിൻ ഭായ് അതൊക്കെ വിട് ഫ്രാങ്ക്ലിൻ ഭായ്, നമ്മ അന്വേഷിച്ചു വന്ന ബുക്ക്. എടാ ഷിൻചാനെ ഇത്രയൊക്കെ ഇവിടെ കണ്ടിട്ട് നിനക്ക് ആ ഒരു ബുക്കിൽ തന്നെയാണോ കണ്ണ്? എടാ ഷിൻചാനെ എന്റെ കയ്യും കാലൊക്കെ പറക്കുന്നു, അതിനിടക്കണം അവന്റെ ബുക്ക്. എടാ ഷിൻചാനെ വാടാ നമുക്ക് പോവാം. നമുക്കൊരു ബുക്കും വേണ്ട പേപ്പറും വേണ്ട. ഫ്രാങ്ക്ലിൻ ഭായ് ഈ ബുക്കിന് വേണ്ടിയല്ലേ നമ്മ വന്നത്. ഈ ബുക്കിൽ എന്തോ ഉണ്ട് ഫ്രാങ്ക്ലിൻ ഭായ്, ഈ ബുക്ക് ഞാൻ തുറന്നൊന്ന് വായിച്ചു നോക്കട്ടെ. എടാ ഷിൻചാനെ ഇതെന്താ ഇത്? ബുക്ക് തുറന്നപ്പോഴേക്കും തിളങ്ങുന്നേ. എടാ ഷിൻചാനെ ഞാൻ നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞതാ വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ടാന്ന്. ഫ്രാങ്ക്ലിൻ ഭായ് എനിക്ക് അറിയാൻ പാടില്ല ഫ്രാങ്ക്ലിൻ ഭായ്, ബുക്ക് തുറന്നപ്പോ തന്നെ അത് അയ്യോ ഇതെന്താ സംഭവിക്കുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എടാ ഷിൻചാനെ ഇവിടെ എന്തോ ഉണ്ടോ ഷിൻചാനെ? അയ്യോ എടാ ഭൂമി കുലുങ്ങുന്ന പോലെല്ലാം ഫീൽ ചെയ്യുന്നു. എടാ നീ വല്ല സൗണ്ട് വല്ലതും കേൾക്കുന്നുണ്ടാ? ഫ്രാങ്ക്ലിൻ ഭായ് ഞാൻ കേൾക്കുന്നുണ്ട് ഫ്രാങ്ക്ലിൻ ഭായ്, നമുക്ക് ഇവിടുന്ന് പോയാലാ? എടാ ഏതൊരു രൂപല്ല നമ്മുടെ അടുത്ത് കൂടെ പോയ പോലെ. ഫ്രാങ്ക്ലിൻ ഭായ് എനിക്കും തോന്നി ഫ്രാങ്ക്ലിൻ ഭായ്. ഫ്രാങ്ക്ലിൻ ഭായ് എന്തോ ആരോ ചിരിക്കുന്ന സൗണ്ട് എല്ലാം കേൾക്കുന്നു. എടാ ഷിൻചാനെ ഞാനും കേട്ടറാ, എന്തോ രൂപം നമ്മുടെ പുറകിൽ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഫ്രാങ്ക്ലിൻ ഭായ് തിരിഞ്ഞു നോക്കല്ലേ ഫ്രാങ്ക്ലിൻ ഭായ്. എടാ ഷിൻചാനെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അതിലും വലിയ പ്രശ്നമാവും. ആ രൂപം നമ്മൾ എന്തെങ്കിലും ചെയ്താലാ? എടാ ഷിൻചാനെ നമുക്ക് ഇവിടുന്ന് എങ്ങനെയാണ് രക്ഷപ്പെടണോലാ? ഫ്രാങ്ക്ലിൻ ഭായ് തിരിഞ്ഞു നോക്കല്ലേ ഫ്രാങ്ക്ലിൻ ഭായ്, തിരിഞ്ഞു നോക്കല്ലേ ഫ്രാങ്ക്ലിൻ ഭായ്. നിങ്ങളപ്പോ ആ ഒരു ബുക്ക് തുറന്നല്ലേ? ഞാനപ്പോ സ്വതന്ത്രനായി. ഇനി നിങ്ങളെ രണ്ടുപേരെ കൊന്നു തിന്നാണ്ട് ഞാൻ വെറുതെ വിടില്ല.
എടാ ഷിൻചാനെ, ഓടിക്കോടാ ഷിൻചാനെ, അത് നമ്മളെ തിന്നൂന്നാ തോന്നണേ. അയ്യോ, ഇവിടെ മൊത്തം ഇരുട്ടാണല്ല. ആ, അവിടെ നീ കുറച്ച് ലൈറ്റ് എല്ലാം കാണുന്നുണ്ട്. എടാ ഷിൻചാനെ, എങ്ങനെയും ഓടി രക്ഷപ്പെടാൻ നോക്കടാ, അല്ലെങ്കിൽ ആ ഒരു ഭൂതം നമ്മളെ പിടിച്ച് തിന്നും. ഇതെന്താ ഇത്? എങ്ങനെ പോയിട്ടും പുറത്തേക്കുള്ള വഴി കാണുന്നില്ല. ആ, ഇവിടെ എവിടെ അല്ലായിരുന്നാ? എടാ ഷിൻചാനെ, വാടാ, പുറത്തേക്കുള്ള വഴിയെല്ലാം കിട്ടി. പെട്ടെന്ന് വാടാ ഷിൻചാനെ. എവിടെ? എടാ ഷിൻചാനെ വാടാ. ഇവന് എവിടെ പോയിന്നാവോ? ആ ദേ, എടാ ഷിൻചാനെ, നീ എവിടെ പോയിക്കായിരുന്നു? ഫ്രാങ്ക്ലിൻ ഭായി എന്നെ കൂട്ടാണ്ട് പോയല്ലേ. ഒരു കണക്കിന് ഞാൻ വീടിന്റെ ബാക്ക് സൈഡിൽ കൂടെ ഓടി വന്നതാ. ഫ്രാങ്ക്ലിൻ ഭായി, ആ ഒരു ഭൂതം നമ്മുടെ പുറകെ തന്നെയുണ്ട്. ഫ്രാങ്ക്ലിൻ ഭായി, ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. എടാ ഷിൻചാനെ, നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞതല്ലേ? ആ ബുക്ക് എന്തേ? എടാ ഷിൻചാനെ, തേന ആ ബുക്കും ഞാൻ കൂടെ എടുത്താണ്ട്. ഈ ഭൂതം ആ ഒരു ബുക്ക് തുറന്നപ്പോഴല്ലേ വന്നത്. അപ്പൊ ഈ ഒരു ഭൂതത്തിനെ തളക്കണമെന്നുണ്ടെങ്കിൽ ബുക്ക് തന്നെ നമുക്ക് വേണമെന്ന് തോന്നണേ. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എടാ ഷിൻചാനെ, ആ ബുക്ക് എടുത്തിട്ട് നീ എത്രയും പെട്ടെന്ന് വണ്ടി കയറ്. ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. ഫ്രാങ്ക്ലിൻ ഭായി, വണ്ടി വിട്ട ഫ്രാങ്ക്ലിൻ ഭായി, ഒരു കണക്കിന് നമ്മള് രക്ഷപ്പെട്ടു. എടാ ഷിൻചാനെ, അപ്പോഴേ പറഞ്ഞതാണ് ഈ പരിപാടിയൊന്നും വേണ്ടാന്ന്. നീ കേൾക്കൂലല്ലോ. നിനക്ക് അപ്പോഴാ ഒരു ബുക്ക് കാണണം. ഫ്രാങ്ക്ലിൻ ഭായി, എനിക്കറിയാമായിരുന്ന ഇത്ര വള്ളിയാവൂന്ന്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണം ഷിൻചാനെ? ആ ഒരു ഭൂതോണിനെ നമ്മളെ പുറകെ തന്നെ ഉണ്ട്. ഫ്രാങ്ക്ലിൻ ഭായി, ആ ബുക്ക് എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ബുക്ക് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഭൂതത്തിനെ തളക്കാൻ പറ്റൂലേ? എടാ ഷിൻചാനെ, ബുക്ക് എടുത്തുണ്ട്. പക്ഷെ ബുക്ക് വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. ഓ, അത് ശരിയാണ്. എടാ ഷിൻചാനെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ലെസ്റണ്ണെ വിളിച്ചു നോക്കാം. ഈ വക കാര്യങ്ങളെ കുറിച്ചൊക്കെ ലെസ്റണ്ണന് അറിയാൻ പറ്റും. ഹലോ ലെസ്റണ്ണ. ഫ്രാങ്ക്ലിനെ, പറടാ ഫ്രാങ്ക്ലിനെ, ഇന്നാണ് സിറ്റിയിലാണെങ്കിൽ നല്ല മഴ. ലെസ്റണ്ണ, ഞാനേ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ലെസ്റണ്ണ, ഞങ്ങൾക്കൊരു മാപ്പ് കിട്ടിയായിരുന്നു. ഏതോ ഒരു ബീസ്റ്റ് ബുക്കൊക്കെ ഉള്ള സ്ഥലം എന്നാ പറഞ്ഞേ. ഷിൻജാൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്നാണ്. ഞങ്ങളപ്പോ ആ ഒരു സ്ഥലത്തേക്ക് പോയി ബീസ്റ്റ് ബുക്ക് കണ്ടുപിടിച്ച് അത് തുറന്നപ്പോഴുന്നുണ്ടെങ്കിൽ ഏതോ ഒരു രൂപമെല്ലാം പ്രത്യക്ഷപ്പെട്ട് ആ രൂപം വന്നിട്ട് ഞങ്ങളുടെ പുറകെ വന്നോണ്ടിരിക്കുക തിന്നാൻ വേണ്ടിയിട്ട്. ഫ്രാങ്ക്ലിനെ, എടാ നിങ്ങ ബീസ്റ്റ് ബുക്ക് കണ്ടുപിടിച്ചാ? എടാ ബീസ്റ്റ് ബുക്ക് നമ്മുടെ സിറ്റിയിൽ റെയറാണ്. ഒരുപാട് ആൾക്കാർ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കായിരുന്നു. പക്ഷെ ആ ബുക്ക് ഒരിക്കലും നമ്മ തുറക്കാൻ പാടില്ല. കണ്ടുപിടിച്ചതിനാ തുറന്നു കഴിഞ്ഞാ ഫ്രാങ്ക്ലിനെ വലിയൊരു ആപത്താണ് വരാൻ പോണത്. ലെസ്റണ്ണ, എങ്കിൽ പിന്നെ ആപത്ത് വന്ന്. ഷിൻജാനാണെങ്കിലും ആ ബുക്ക് തുറന്ന് ലെസ്റണ്ണ. എടാ ഫ്രാങ്ക്ലിനെ, ഷിൻജാനെ, നിങ്ങൾ എന്ത് പണിയാടാ കാണിച്ചത്? ഇനി എന്തൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ആ ഒരു ഭൂതം ഈ ഒരു സിറ്റിയിലുള്ള എല്ലാ ആൾക്കാരെയും കൊല്ലും. അത് മാത്രമല്ല, ആ ഒരു ഭൂതത്തിന് കടലിലുള്ള വെള്ളമെല്ലാം ഒറ്റയടിക്ക് വലിച്ചു കുടിക്കാനുള്ള ശക്തിയെല്ലാം ഉണ്ട്. ലെസ്റണ്ണ, ചുമ്മാ പേടിപ്പിക്കാണ്ട് ഈ ഭൂതത്തിന് എങ്ങനെയാലും ഒഴിപ്പിക്കാനുള്ള വഴി പറഞ്ഞതാ. ഫ്രാങ്ക്ലിനെ, ഇനി ഒറ്റ വഴിയുള്ളൂ. നിങ്ങൾ ആ ഒരു ബുക്ക് കയ്യിലെടുത്തിട്ടുണ്ടാ? ഓ ലെസ്റണ്ണ, ഭാഗ്യം എന്ന് പറയാല. ആ ഒരു ബുക്ക് ഞങ്ങൾ എന്തായാലും കയ്യിലെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം ഈ ഒരു ബുക്ക് കാരനുള്ള ഒരു ബീസ്റ്റ് എല്ലാം വന്നത്. അതുകൊണ്ട് ആ ബുക്ക് ഞങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട്. ഫ്രാങ്ക്ലിനെ, ഭാഗ്യംടാ, അതെങ്കിലും നീ ചെയ്തല്ല. അപ്പൊ നീ ചെയ്യേണ്ട എന്താന്ന് വെച്ചാലേ, ആ ബുക്കിന്റെ അകത്തെ ഒരു കോഡെല്ലാം എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. കൂടെ ഉണ്ട് ചെയ്യാനാ ബുക്കിന്റെ അകത്താ? എടാ നിങ്ങൾ ആ ബുക്കൊന്ന് മര്യാദക്ക് തുറന്നത് വായിക്കേ. ഓക്കെ. എടാ ഷിൻചാനെ, നീ ആ ബുക്കൊന്ന് തുറന്നു നോക്കി. ഫ്രാങ്ക്ലിൻ ഭായി, ബുക്ക് തുറന്നപ്പോ ഇതിലെന്തോ കോഡെല്ലാം അടിക്കാൻ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് 46 പിന്നൊന്നും ക്ലിയർ അല്ല. പിന്നെ ഒരു പേനയും വെച്ചിട്ടുണ്ട് ഈ ഒരു ബുക്കിന്റെ അകത്ത്. ആ, അപ്പൊ ഫ്രാങ്ക്ലിനെ, പേന വച്ചത് എന്തിനാന്നറിയോ? നിങ്ങ ആ ഒരു കോഡ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ബുക്കില് ബാക്കി കോഡ് ഫില്ല് ചെയ്യണം. ആ ഒരു ബാക്കി കോഡ് ഫില്ല് ചെയ്താൽ മാത്രമേ ഇപ്പോൾ ഉള്ള ആ ഒരു മോൺസ്റ്ററിനെ നിങ്ങൾക്ക് തളക്കാൻ പറ്റത്തുള്ളൂ. ഈ കോഡ് എന്ന് പറയുമ്പോ ഞങ്ങത് എവിടുന്ന് കണ്ടുപിടിക്കാനാണ്? ഫ്രാങ്ക്ലിനെ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേക്ക്. നിങ്ങൾ ആ ഒരു കോഡ് കണ്ടുപിടിച്ചതിനാ നിങ്ങൾക്കൊരു പ്രത്യേക തരത്തിലുള്ള ആയുധം കിട്ടും. ആ ഒരു ആയുധം വെച്ചിട്ട് ഈ ഒരു ഭൂതത്തിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊല്ലാൻ പറ്റും. അതിനാണ് ആ ഒരു കോഡെല്ലാം കണ്ടുപിടിക്കാൻ പറയണേ. അപ്പൊ ഈ ഒരു കോഡുള്ള ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ആ ഒരു ലൊക്കേഷനിൽ പോയിട്ട് ആ ഒരു കോഡ് എങ്ങനെയും കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് ആ ഒരു ബുക്കിൽ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ആയുധം കിട്ടുള്ളൂ. ആയുധം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട ഫ്രാങ്ക്ലിനെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ഭൂതത്തിനെ ഇല്ലാണ്ടാക്കാൻ പറ്റും. അപ്പൊ ലെസ്റണ്ണ, ആ കോഡുള്ള സ്ഥലം എത്രയും പെട്ടെന്ന് അഴക്ക്. ഫ്രാങ്ക്ലിനെ, പക്ഷെ നീ ഒന്ന് സൂക്ഷിക്കണം. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. ചിലപ്പോ ലെവിയാത്തൻ വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ലേവിയാത്തം വരെ വരാൻ സാധ്യതയുള്ള സ്ഥലമോ? അതേത് സ്ഥലമോ ലെസ്റണ്ണ? ഫ്രാങ്ക്ലിനെ, ഈ ഒരു സ്ഥലം വന്നിട്ട് കടലിനടിയിലാണ് ഉള്ളത്. കടലിന്റെ അടിയിലാ? കടലിനടിയിൽ എങ്ങനെ ഞാനിത് പോയി കണ്ടുപിടിക്കണേ? ഫ്രാങ്ക്ലിനെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ എങ്ങനെയും ആ ഒരു കോഡ് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇപ്പൊ ആ ഒരു ഭൂതം നിങ്ങളുടെ പുറകിലുണ്ട്. നീ എവിടെ പോയാലും ആ ഒരു ഭൂതം നിന്നെ അന്വേഷിച്ചു വരും. അതുകൊണ്ട് നിനക്ക് ഒരു രക്ഷയില്ല. ഓക്കെ ലെസ്റണ്ണ, എന്തായാലും ആ ഒരു ലൊക്കേഷൻ അഴക്ക്. ഞാൻ എന്തായാലും കണ്ടുപിടിക്കാൻ നോക്കാം. എടാ ഷിൻചാനെ, നമ്മളാകെ പെട്ടെന്നാടാ തോന്നണേ. ഫ്രാങ്ക്ലിൻ ഭായി, എന്താ ഫ്രാങ്ക്ലിൻ ഭായി? എടാ, ഈ ഒരു കോഡ് കടലിനടിയിലാ ഉള്ളേന്ന്. അത് മാത്രല്ല, കടലിനടിയിൽ ഈ കോഡ് കണ്ടുപിടിക്കാൻ പോയിക്കാനാ ലേവിയാത്തൻ വരാൻ സാധ്യത ഉണ്ടെന്നാ പറയുന്നേ. ഫ്രാങ്ക്ലിൻ ഭായി, കരയിൽ നിന്ന് ആ ഒരു ഭൂതം കൊല്ലും.
കടലിൽ പോയാൽ ലെവിയാത്തൻ കൊല്ലും. ഈ എവിടെ നിന്നാലും മരണം ഉറപ്പാ ഫ്രാങ്ക്ലിൻ ഭായ്. നമുക്ക് എന്തായാലും ആ ഒരു കോഡ് കണ്ടുപിടിക്കാം, അല്ലാണ്ട് വേറെ വഴിയില്ല. അതെടാ ഷിൻചാനെ, അത് തന്നെയാണ് ഞാൻ ആലോചിക്കണേ. നീ ഒറ്റൊരുത്തൻ കാരണമാണ് എനിക്ക് പണിയെല്ലാം കിട്ടിയേക്കണത്. ഷിൻചാനെ, ഇനി മേലാൽ ഇതുപോലത്തെ മാപ്പും കൂപ്പും പറഞ്ഞ എന്റെ അടുത്തേക്ക് വരരുത്. ഫ്രാങ്ക്ലിൻ ഭായ് ഇല്ല ഫ്രാങ്ക്ലിൻ ഭായ്, ഇത് ലാസ്റ്റാ, ഇനി ഞാൻ വരൂല. ഓക്കേടാ ഷിൻചാനെ, അപ്പൊ നമ്മൾ അങ്ങനെ ആ ഒരു കോഡുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ഭായ് ഇവിടെ എവിടെ ഫ്രാങ്ക്ലിൻ ഭായ് കോഡുള്ളത്? എടാ ഷിൻചാനെ, നമ്മൾ ലെസ്റെണ്ണം പറഞ്ഞനുസരിച്ച് ആ ഒരു ഷിപ്പ് കണ്ട, ആ ഷിപ്പിന്റെ അടിയിലേക്ക് 2 കിലോമീറ്റർ നീന്തിയാലാണ് ആ ഒരു കോഡെല്ലാം കണ്ടുപിടിക്കാൻ പറ്റണേന്ന്. ഫ്രാങ്ക്ലിൻ ഭായ് 2 കിലോമീറ്റർ നീന്താനാ? അതേടാ ഷിൻചാനെ, ഇത് നമ്മ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ക്യൂബ സൂട്ടെല്ലാം ഇട്ടേക്കണത്. ഇതുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ എത്ര നേരം വേണം ശ്വാസം കിട്ടൂടാ ഷിൻചാനെ. ഞാൻ എന്തായാലും പോയിട്ട് ആ ഒരു കോഡെല്ലാം കണ്ടുപിടിച്ചിട്ട് വരാടാ ഷിൻചാനെ. അഥവാ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ മരിച്ചെന്ന് വിചാരിച്ചാ മതി. ഫ്രാങ്ക്ലിൻ ഭായ് അങ്ങനൊന്നും പറയല്ലേ ഫ്രാങ്ക്ലിൻ ഭായ്. ഷിൻചാനെ, നീ ഒരു കാര്യം ചെയ്യും, വണ്ടിയുടെ അകത്ത് തന്നെ ഇരുന്നാ മതി. വണ്ടിയുടെ പുറത്ത് ഒരു കാരണവശാലും ഇറങ്ങരുടാ ഷിൻചാനെ. ആ ഒരു ഭൂതം നമ്മുടെ പുറകിൽ തന്നെ ഉണ്ട്. ഏത് സമയവും നമ്മളെ തേടി വരും. ഷിൻചാനെ, ഞാൻ വന്ന വരെ നീ വണ്ടി തന്നെ ഇരുന്നോളാം. ഫ്രാങ്ക്ലിൻ ഭായ് ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ്. ഫ്രാങ്ക്ലിൻ ഭായ് ധൈര്യമായിട്ട് പോയിട്ട് വാ. ഓക്കെടാ ഷിൻചാനെ, അപ്പൊ ഞാനെന്തായാലും വെള്ളത്തിൽ പോയിട്ട് ഒരു കോഡെല്ലാം കണ്ടുപിടിച്ചിട്ട് വരാം. ഗൈസ്, ഒരുപാട് നേരമായിട്ട് നമ്മൾ നീന്തിക്കൊണ്ടിരിക്കാട്ടോ. ആ ഒരു കോഡും നമുക്ക് ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അമ്മേ, നീന്തി എന്റെ കാലെല്ലാം കിഴക്കാൻ തുടങ്ങിയില്ല. എവിടെ ഈ കോടെല്ലാം ഒളിപ്പിച്ചു വെച്ചേക്കണത്? വെള്ളത്തിന്റെ അടിയിൽ നമ്മ 1 കിലോമീറ്റർ താഴ്ചയിൽ നീന്തിയിട്ടുണ്ട്. അവിടെ ഒരു കുഴിയെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഇനിയും അടിയിലേക്ക് പോണെന്നാ തോന്നണേ. നീന്തി പോവാൻ ഗൈസ്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു കോഡ് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ഭൂതം നമ്മളെ കൊന്നളയും. എവിടെ? ഓ, അവിടെ ഗുഹ പോലെ എന്തോ കാണുന്നുണ്ടല്ലോ. അവിടെ ചെറിയൊരു വെളിച്ചം കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഒരുപക്ഷെ ലെവിയാത്തൻ വല്ലതും ആണോ? ലെവിയാത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മ പെട്ടു ഗൈസ്. ഈ ഒരു വെള്ളത്തിനടിയിൽ നമ്മ എങ്ങനെ രക്ഷപ്പെടാനാ? നമ്മളെ തിന്നളയും ഗൈസ്. നമുക്ക് നോക്കാം. ഒന്നില്ലെങ്കിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കോഡ് കണ്ടുപിടിക്കാൻ പറ്റും. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ എന്തോ വെട്ടെല്ലാം കാണുന്നുണ്ട്. വെട്ടമല്ലാട്ടോ, ഇവിടെ ഭിത്തിയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതെന്തോ നമ്പർ ആട്ടോ ഗൈസ്. 6 എഴുതി വെച്ചിരിക്കുന്നേ. അതേലാ. ഓ ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ ഒരു കോഡ് കണ്ടുപിടിച്ചെന്നാട്ടോ തോന്നണേ. യെസ്, നമ്മൾ ആ ഒരു കോഡ് കണ്ടുപിടിച്ച് 6 തോന്നണേ ഒരു കോഡ്. യെസ് ഗൈസ്, അപ്പൊ ഇത് തന്നെ കോഡ്. നീ ഇവിടെ വന്നോ? എനിക്കറിയാം നീ ഇവിടെ വരുമെന്ന്. ഈ ഒരു കോഡ് നീ ആ ഒരു ബുക്കിൽ എഴുതി കഴിഞ്ഞാ എന്നെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ സാധിക്കും. അതെനിക്കറിയാം. പക്ഷേ ആ ഒരു ബുക്കിൽ ഈ ഒരു കോഡ് നീ എഴുതാൻ പോകുന്നില്ല. അതിനു മുമ്പ് തന്നെ ഈ വെള്ളത്തിൽ വെച്ച് നിന്നെ ഞാൻ കൊല്ലും. അമ്മേ, ഇവിടെ വന്ന ആ ഒരു ഭൂതം. അയ്യോ, നമ്മ വിചാരിച്ച പോലെ തന്നെ ആ ഭൂതം ഇവിടെ വന്ന്. ഞാൻ വിചാരിച്ച ലെവിയാത്തിനായിരിക്കും വന്നേന്ന്. പക്ഷേ ആ ഒരു ഭൂതം തന്നെ നമ്മളെ ഫോളോ ചെയ്ത് വന്നല്ല. നമുക്ക് കോഡ് കിട്ടി. പക്ഷെ ആ ഒരു കോഡ് ആ ഒരു ബുക്കിൽ എഴുതുന്നതിന് മുമ്പ് ഈ ഭൂതം നമ്മളെ കൊല്ലുന്ന തോന്നണേ. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോണം. എടാ ഷിൻചാനെ, കോഡ് കിട്ടിയടാ ഷിൻചാനെ, എത്രയും പെട്ടെന്ന് ആ ഒരു കോഡ് നീ ബുക്കിൽ എഴുതിക്കോ. ഫ്രാങ്ക്ലിൻ ഭായ് വന്നാ? എടാ ഷിൻചാനെ, വണ്ടി കേറ്. ആ ഒരു ഭൂതം വെള്ളത്തിൽ തന്നെയുണ്ട്. വെള്ളത്തിലാ? ഫ്രാങ്ക്ലിൻ ഭായ് അതൊക്കെ പോട്ടെ, കോഡ് കിട്ടിയാ? എടാ ഷിൻചാനെ, കോഡ് കിട്ടി. കോഡ് എടുക്കാൻ പോയപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭൂതം അവിടെ തന്നെ നിൽക്കുന്നു. ഫ്രാങ്ക്ലിൻ ഭായ് കോഡ് എത്ര? കോഡ് എടാ ഷിൻചാനെ 6. ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ്, ഞാനപ്പോ ആ ഒരു കോഡ് ഈ ഒരു ബുക്കിൽ എഴുതട്ടെ. എടാ ഷിൻചാനെ, പെട്ടെന്ന് തന്നെ എഴുതടാ. ആ ഒരു ഭൂതം നമ്മുടെ പുറകിൽ തന്നെയുണ്ട്. ഏത് സമയവും വരാം. നമ്മ വിചാരിക്കുന്ന പോലെ അല്ലടാ. അതിന് എവിടെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാൻ പറ്റും പെട്ടെന്ന് തന്നെ. എടാ ഷിൻചാനെ, ആ കോഡ് നീ ബുക്കിൽ എഴുത്. ഷിൻചാനെ, നീ കറക്റ്റ് ടൈമിൽ തന്നെ ഒരു ബുക്കിൽ കോഡ് എഴുതിയോണ്ട് നമുക്ക് ആ ഒരു ആയുധം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ആയുധം വെച്ചാണ് തോന്നണേ ആ ഒരു ബീസ്റ്റിനെ കൊല്ലേണ്ടത്. അതെ ഫ്രാങ്ക്ലിൻ ഭായ്, ഫ്രാങ്ക്ലിൻ ഭായ് കൊല്ല്, അല്ലെങ്കിൽ ആ ഒരു ബീസ്റ്റ് നമ്മളെ തിന്നു കളയും. അയ്യോ, എടാ ഷിൻചാനെ, പറഞ്ഞു നാവെടുത്തില്ല. അപ്പത്തേക്ക് അവൻ ഇവിടെ വന്ന്. എന്തടാ, ആ ഒരു ആയുധം വെച്ച് നീ എന്നെ കൊല്ലാൻ നോക്കുവാണോ? നിനക്ക് പറ്റുമെങ്കിൽ കൊല്ലേ. കാണട്ടെ നിന്റെ ശക്തി. ഫ്രാങ്ക്ലിൻ ഭായ്, ആ ഒരു രൂപം നമ്മുടെ അടുത്തേക്ക് വരുന്നു. എടാ ഷിൻചാനെ, നീ പേടിക്കടാ. നമ്മുടെ കയ്യിൽ ആയുധമുണ്ടല്ലോ. എടാ ഷിൻചാനെ, കൊള്ളാട്ടടാ. ഒറ്റ പേടിക്കാൻ അവൻ തെറിച്ചു പോയല്ല. ഫ്രാങ്ക്ലിൻ ഭായ് അവന്റെ വീണ്ടും എണീറ്റ് വരുന്നുണ്ട്. ഇവന് കിട്ടിയതൊന്നും പോരെ. ഇത് കൊള്ളാടാ ഷിൻചാനെ. രസമുണ്ട്. ഇവനെ ഇത് വെച്ച് നമുക്ക് കുറെ നേരം കളിപ്പിക്കാം. എന്താടാ ഇപ്പൊ മനസ്സിലായ ആർക്കാ പവറുന്ന്? എടോ,
നീ എത്രയൊക്കെ വെടിവെച്ചാലും ശരി എന്നെ നിനക്ക് കൊല്ലാൻ പറ്റില്ല. നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരടാ. ഇന്നാ പിടിച്ചോ. ഷിൻചാനെ നോക്കടാ, സംഭവം കൊള്ളാ. എടാ നിനക്കൊരു അടി തരട്ടെ. ഫ്രാങ്കി ഭായ് ചുമ്മാ ഫ്രാങ്കി ഭായ്, അവനെ പോലെ ഞാനും മേറിൽ പറക്കും. എടാ ഷിൻചാനെ മാറിയെന്നോ അവനെ ഞാൻ ഒരു വെടിയും കൂടി കൊടുക്കാമാണ്. ഇന്നാ പിടിച്ചോടാ. എടാ ഷിൻചാനെ നോക്കടാ, അവനെന്ത് പൊക്കത്തിലാ പറക്കണേന്ന്. ഫ്രാങ്കി ഭായ് കുറച്ചേരം ഞാനും വെടിവെക്കട്ടെ ഫ്രാങ്കി ഭായ്, എനിക്കെന്താ. ഓഹോ ഫ്രാങ്കി ഭായ്, അപ്പൊ അടുത്തത് എന്റെ കൈ കിട്ടി തോക്ക്. ഫ്രാങ്കി ഭായ് കുറച്ച് നീങ്ങുന്നു, അല്ലെങ്കിൽ ഫ്രാങ്കി ഭായ് തെറിച്ചു അവന്റെ ഒപ്പം. ഓടാ എടാ ഷിൻചാനെ നോക്കി അടിക്കടാ, ഇപ്പൊ ഞാനും പറന്നു പോയനെ. ഫ്രാങ്കി ഭായ് സോറി ഫ്രാങ്കി ഭായ്, ഇത് കൊള്ള ഫ്രാങ്കി ഭായ് കളി. എന്താ ഇവൻ എന്റെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കണല്ലേ. തെറിച്ചു പോടാ ഫ്രാങ്കി ഭായ്, ഇത് കൊള്ളാട്ടാ. നമുക്ക് അങ്ങാടികളും തട്ടി കളിക്കാൻ വരാം. കൊള്ള സൂപ്പർ ഫ്രാങ്കി ഭായ്. എടാ ഷിൻചാനെ മതിയാക്ക്, ഇവനെ നമുക്ക് എത്രയും പെട്ടെന്ന് കൊല്ലണം. ഇങ്ങനെ തട്ടി കളിച്ചിട്ട് കാര്യമുണ്ടാ? ഫ്രാങ്കി ഭായ് നിക്ക് ഫ്രാങ്കി ഭായ്, ഒരടിയും കൂടി ഞാൻ അടിക്കട്ടെ. ഫ്രാങ്കി ഭായ് അവൻ ചത്തുന്നാ തോന്നണേ, അവൻ എണീറ്റ് വരുന്നില്ലല്ലോ. ഫ്രാങ്കി ഭായ് അവൻ ചത്തു ഫ്രാങ്കി ഭായ്. എടാ ഷിൻചാനെ അപ്പൊ ഇത്ര ഉള്ളൂ ഇവൻ, നമ്മ വിചാരിച്ച്. ഫ്രാങ്കി ഭായ് കറക്റ്റ് ടൈമിൽ ആ ഒരു കോഡെല്ലാം കണ്ടുപിടിച്ചോണ്ട് പായും. ഇവനെ നമുക്ക് പെട്ടെന്ന് തന്നെ കൊല്ലാൻ പറ്റി. ഞാൻ ചത്തൊന്ന് വിചാരിക്കണ്ടാ. ഉറപ്പായിട്ടും നിന്നെ തേടി ഞാൻ വരും. നിങ്ങളെ രണ്ടുപേരെ ഞാൻ കൊല്ലും. അങ്ങനെയൊന്നും ഞാൻ ചാവില്ലടാ. ഫ്രാങ്കി ഭായ് ഇവന്റെ വീണ്ടും സംസാരിക്കുന്നു. എടാ ഷിൻചാനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. ഇവനെ നമുക്ക് അവനെ മൊത്തത്തിൽ കൊല്ലാൻ പറ്റില്ലെന്നാ തോന്നണേ. ഇപ്പൊ അവൻ എന്തായാലും തൽക്കാലത്തേക്ക് മയങ്ങി വീണിട്ടുണ്ട്. ഫ്രാങ്കി ഭായ് എങ്കിൽ നമുക്ക് പെട്ടെന്ന് പോവാം ഫ്രാങ്കി ഭായ്, ഇവൻ എണീക്കുന്നതിന് മുമ്പ് നമുക്ക് വീടെത്താം. ഓക്കേടാ ഷിൻചാനെ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോയുടെ എൻഡിൽ ഏകദേശം വന്നിട്ടോ. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ബീസ്റ്റ് ബുക്ക് എല്ലാം കണ്ടുപിടിച്ച്, ബീസ്റ്റ് ബുക്കിൽ നിന്ന് ഏതോ ഒരു ഭൂതം എല്ലാം എണീറ്റ് വന്ന് അവന്റെ പരിപ്പെല്ലാം നമ്മൾ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അവൻ വീണ്ടും എണീറ്റ് വരുമെന്ന് പറയണേ. ഇനി എണീറ്റ് വന്നേനാ ഈ ഒരു തോക്ക് വെച്ച് നമ്മൾ ഇനിയും വെടിവെക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോ പുതിയ വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.